കിട്ടിയത് 6 വർഷം പ്രായം മാത്രമേ SDP ഉണ്ടായിരുന്നു. 2020 SDP വീണ്ടും മത്സരിച്ചു. SDP കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒരു ചലനം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്ന് കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴും തീരുമാനിച്ചു വെച്ചിരുന്നു. ഈ SDP പ്രത്യേകിച്ച് ഒരു പഞ്ചായത്ത് പോലും ഭരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഇടക്കിടക്ക് പത്രസമ്മേളനം നടത്തി പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് പറയുന്നതിൽ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗോ കോൺഗ്രസോ CPM ഒരു അജണ്ട അല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യയിൽ വളർന്നു വരുന്ന സംഘപരിവാര ഭീകരതയ്ക്കെതിരെയുള്ള പ്രായോഗിക രാഷ്ട്രീയത്തിന് തുടക്കമിടുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി ഞങ്ങൾ തുടങ്ങിവെച്ച ഒരു ചെറിയ മുന്നേറ്റമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പണി നിർത്തിയില്ല. SDP മുന്നോട്ട് പോയി. 2020 SDP 102 സീറ്റുകൾ കേരളത്തിൽ നേടി സെഞ്ചുറി അടിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ SDP ഇടം വളരെ കൃത്യമായി ഞങ്ങൾ രേഖപ്പെടുത്തി. 102 സീറ്റ് കിട്ടിയപ്പോൾ കേരളത്തിൽ ഒരുപാട് ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ കടന്നുപോയിട്ടുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളെയും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒതുക്കി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ രാഷ്ട്രീയ പാർട്ടികളും പലപ്പോഴും INL ഉൾപ്പെടെ PDP ഉൾപ്പെടെ CPM-ന്റെ കൂടെ UDF-ന്റെ കൂടെ ഏതെങ്കിലും മുന്നണിയുടെ കൂടെ അഭയം പ്രാപിച്ചപ്പോൾ SDP ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ 2020 SDP കേരളത്തിൽ വലിയ മുന്നേറ്റം നടത്തിയത്. അപ്പോഴാണ് കേരളത്തിലെ രാഷ്ട്രീയ എതിരാളികളായ അതല്ലെങ്കിൽ SDP തീർക്കണം എന്ന് ആലോചിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ SDP-ക്കെതിരെ സംസ്ഥാന തലത്തിൽ തന്നെ വലിയൊരു ഗൂഢാലോചന നടത്തിയത്. ഈ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ SDP-ക്ക് കേരളത്തിൽ ഒരു അക്കൗണ്ടും ഉണ്ടാകരുത് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ എല്ലാ മുന്നണികളും കൂടി തീരുമാനിച്ച്. ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല കേട്ടോ, CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും BJP-യും എല്ലാവരും ഒന്നിച്ച് തീരുമാനമെടുത്തു. SDP-ക്ക് ജയിച്ചു വരാൻ സാധ്യതയുള്ള വല്ല വാർഡുമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ SDP നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 102 സീറ്റ് ആ സീറ്റ് ഇല്ലായ്മ ചെയ്യണം. അതിന് എന്ത് വൃത്തികെട്ട രാഷ്ട്രീയം നടത്തേണ്ടി വന്നാലും SDP-യെ തകർത്തില്ലാതാക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ ഗൂഢാലോചന കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രണം പ്രാദേശിക തലങ്ങളിൽ ഈ പറയുന്ന പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഇടപെട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചു. പക്ഷെ SDP-യെ കുറിച്ച് അവർ മനസ്സിലാക്കിയെടുത്ത് ചില പ്രശ്നങ്ങൾ വന്നിരുന്നു. ഞങ്ങൾ സ്വാഭാവികമായും SDP എന്നുള്ള പാർട്ടി ഈ പറഞ്ഞ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അജണ്ടയായി മാറിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളത് SDP-ക്കാര് ഭീകരപ്രവർത്തനം നടത്തുന്നു എന്നതുകൊണ്ടല്ല. SDP-ക്കാര് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു, രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതല്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ SDP-യെ വേട്ടയാടാനുള്ള കാരണം. ഈ തെരഞ്ഞെടുപ്പിൽ SDP അക്കൗണ്ട് തുറക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഈ പാർട്ടി വളർന്നു കഴിഞ്ഞാൽ SDP വളർന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ തട്ടിപ്പുകളൊന്നും നടക്കുകയില്ല എന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങളെ അവർ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് RSSന്റെ അജണ്ടയ്ക്ക് ശക്തി പകരാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെ ഈ 2025 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സിറ്റിംഗ് വാർഡുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം വളരെ കൃത്യമായി നടത്തി. എന്നാൽ SDP-യെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ SDP-യുടെ പ്രവർത്തകർ നിസ്വാർത്ഥരാണ്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായ അതല്ലെങ്കിൽ പ്രാദേശികമായ താല്പര്യത്തിനപ്പുറം ഈ നാടിന്റെ കൂടെ ഈ രാജ്യത്തിന്റെ കൂടെ ഈ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും വലിയ അപകടമായി നമ്മുടെ രാജ്യം കാണുന്ന രാജ്യത്തിന്റെ തന്നെ ശത്രുക്കളായ
ഭരണഘടനയുടെ ശത്രുക്കളായ, മതേതരത്വത്തിന്റെ ശത്രുക്കളായ, ഇന്ത്യയുടെ ശത്രുക്കളായ സംഘപരിവാറിനെതിരെയുള്ള ഒരു രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള വലിയ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരെ തളർത്താൻ, അവരുടെ അധ്വാനത്തെ വൃഥാവിലാക്കാൻ കഴിയാതെ പോയി ഈ പറയുന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. 102 സീറ്റ് 2020 കിട്ടിയപ്പോ ഈ തെരഞ്ഞെടുപ്പിലും SDPI അതേ അക്കം നിലനിർത്തിക്കൊണ്ട് ഈ പാർട്ടിയെ ഒരു ഇഞ്ച് പിറകോട്ട് കൊണ്ടുപോകാൻ ഈ പറയുന്ന സകല രാഷ്ട്രീയ പാർട്ടികളും ശ്രമിച്ചാലും നടക്കുകയില്ല എന്ന് തെളിയിച്ചു കൊടുത്തു. പലരെ സംബന്ധിച്ചിടത്തോളം SDPIയെ അവർ സിറ്റിംഗ് വാർഡുകളിൽ പരാജയപ്പെടുത്തിയാൽ പിന്നെ പാർട്ടി ഉണ്ടാവില്ല എന്ന് അവർ മനസ്സിലാക്കിയത്. പക്ഷെ ഇന്ത്യ രാജ്യത്തെ കേരളത്തിൽ 102 സീറ്റുകളാണല്ലോ SDPIക്കുള്ളത്. ഇന്ത്യയിലെ 800ഓളം വാർഡ് മെമ്പർമാർ SDPIക്കുണ്ട്. നിങ്ങൾ നമ്മുടെ ഈ മംഗലാപുരത്ത് കർണാടകയിലെ മംഗലാപുരം ജില്ലയിൽ നിങ്ങൾ വെറുതെ ഒന്ന് കാറോടിച്ചു നോക്കൂ. SDPIയുടെ കൊടികളില്ലാത്ത പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ പ്രദേശത്ത് CPM എത്ര വാർഡ് മെമ്പർമാരുണ്ട് എന്ന് ചോദിച്ചു നോക്ക്. ആ പ്രദേശത്തെ മുസ്ലിം ലീഗുകാർക്ക് എത്ര വാർഡ് മെമ്പർമാരുണ്ട് എന്ന് അന്വേഷിച്ചു നോക്കൂ. അവർക്ക് ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ അജണ്ട യഥാർത്ഥത്തിൽ കർണാടകയിലില്ല. പക്ഷേ കർണാടകയിലെ മംഗലാപുരം ജില്ലയിൽ മാത്രം SDPIക്ക് 125 വാർഡ് മെമ്പർമാരുണ്ട്. 6 പഞ്ചായത്ത് ഭരണസമിതിയുണ്ട്. ഏതാണ് മംഗലാപുരം ജില്ല എന്ന് പറയുന്നത്? ഏത് നിമിഷവും സംഘപരിവാറിന്റെ ആക്രമണം പ്രതീക്ഷിച്ചു നിൽക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മംഗലാപുരം ജില്ലയില്, കർണാടകയില്, ആ നാട്ടിലെ പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക്, മുസ്ലിങ്ങൾക്ക്, ക്രൈസ്തവർക്ക്, RSSന്റെ ആക്രമണം നേരിടാൻ സാധ്യതയുള്ളവർക്ക് സുരക്ഷയൊരുക്കാൻ വേണ്ടി 125 വാർഡ് മെമ്പർമാരും 6 പഞ്ചായത്ത് ഭരണസമിതിയും കർണാടകയിലെ മംഗലാപുരം ജില്ലയിൽ മാത്രം SDPIക്കുണ്ട്. അങ്ങനെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ SDPIക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അവിടെയൊന്നും CPMോ മുസ്ലിം ലീഗോ ഒന്നും അല്ല SDPIയുടെ മുമ്പിലുള്ള അജണ്ട. ഞങ്ങളുടെ അജണ്ട ഈ പറയുന്ന ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക എന്നതുമായിരുന്നില്ല. ഇന്നലെയും അങ്ങനെയല്ല, ഇന്നും അങ്ങനെയല്ല, നാളെയും അങ്ങനെയല്ല. SDPIക്ക് രാജ്യത്ത് വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ആ പാർട്ടി ഞങ്ങളുടെ ആശയവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മെല്ലെ 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 തിന്നാൽ മുള്ളും തിന്ന എന്ന പഴമൊഴി അർത്ഥവത്താക്കുന്ന രീതിയിൽ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്ന ഇന്ത്യയുടെ ചരിത്രമാണ്, ഇന്ത്യയുടെ സമകാലികതയാണ്, ഇന്ത്യയുടെ ഭാവിയാണ്. അത് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ചരിത്ര ദൗത്യമാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രു ഇന്ന രാഷ്ട്രീയ പാർട്ടിക്കാരാണ് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? മുസ്ലിം ലീഗുകാരുടെ ശത്രു CPM ആണ്. CPMന്റെ രാഷ്ട്രീയ എതിരാളി കോൺഗ്രസ് ആണ്, മുസ്ലിം ലീഗാണ്. BJPയുടെ രാഷ്ട്രീയ എതിരാളി കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ രാഷ്ട്രീയ എതിരാളി BJP ആണ്. പക്ഷേ രാഷ്ട്രീയ എതിരാളി എന്നതിനപ്പുറം ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രു ഇന്ന വിഭാഗമാണ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ വർത്തമാനത്തിൽ നമുക്ക് കാണിച്ചു തരാൻ കഴിയുമോ? പക്ഷേ SDPI പറയുന്നു, SDPIക്ക് ധാരാളം രാഷ്ട്രീയ എതിരാളികളുണ്ട്. കോൺഗ്രസും മുസ്ലിം ലീഗും CPMും ഒക്കെ SDPIയുടെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമാണ്, രാഷ്ട്രീയ ശത്രുവല്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവർക്കെതിരെ മത്സരിക്കും, അവർക്കെതിരെ ഞങ്ങൾ വോട്ട് പിടിക്കും. അത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയുള്ള ഞങ്ങളുടെ ഒരു ആവേശം മാത്രമായിരിക്കും. പക്ഷെ ഇന്ത്യയില് തങ്ങളുടെ രാഷ്ട്രീയ ശത്രു RSS ആണ്, BJP ആണ് എന്ന് കൃത്യമായി നിർവചിച്ച് പ്രവർത്തിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി SDPI മാത്രമാണ്. അതെന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായതുകൊണ്ടല്ല. ഞങ്ങളെക്കുറിച്ച് പലരും നേരത്തെ തെറ്റിദ്ധരിച്ചതുപോലെ, ഇപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ മുസ്ലിം ലീഗിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട്.
വോട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് എന്ന് പലപ്പോഴും ഞങ്ങൾക്കെതിരെ പ്രചരണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്കൂ, SDP ക്കെതിരെ ഈ കഴിഞ്ഞ ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്.